പത്മജ വേണുഗോപാലൻ കോൺഗ്രസിൻ്റെ ബഹുമാന്യനായ ആദരണീയനായ നേതാവ് ലീഡർ കരുണാകരൻ്റെ പുത്രിയാണ്. അവരാകെ ചെയ്ത അവരുടെ സാമൂഹ്യ സേവനം കരുണാകരൻ്റെ മകളായി ജനിച്ചു എന്നുള്ളതാണ്. കോൺഗ്രസ്സിൽ 10,000-കണക്കിന് ആളുകൾ ജനിച്ചിട്ടും മരിച്ചിട്ടൊക്കെ ഉണ്ട്. അവർക്കൊക്കെ മക്കളുണ്ട്. ഈ മക്കൾക്ക് മുഴുവൻ കാലാകാലവും കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഇങ്ങനെ സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കുന്നവർ ഒരു തെരഞ്ഞെടുപ്പിൽ കിട്ടിയില്ല എന്ന് കാണുമ്പോൾ പിറ്റേ ദിവസം കൂറുമാറുകയാണ്. അതിൽ എന്ത് ആദർശമുള്ളത്, എന്ത് നയമുള്ളത്, എന്ത് വ്യക്തിത്വമുള്ളത്? കഴിഞ്ഞ ദിവസം വരെ ടി.എൻ. പ്രതാപൻ്റെ കൂടെ അവിടെ കോൺഗ്രസിൻ്റെ UDFൻ്റെ പ്രചാരണ വേദികളിലുണ്ടായിരുന്നു. പെട്ടെന്ന് മാറുകയാണ്. കോൺഗ്രസിൻ്റെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വരുന്നതിൻ്റെ തലേന്ന് മാറുകയാണ്. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ, കേരളത്തിലെ ഉത്ബുദ്ധരായ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അനിൽ ആൻ്റണിയെ കൊണ്ട് കോൺഗ്രസ്സിന് BJPക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ അതിലിരട്ടി ബുദ്ധിമുട്ടുകളല്ലാതെ ഇതുകൊണ്ടൊന്നും കിട്ടാൻ പോകുന്നില്ല.